നമ്മുടെ വണ്ടികളിലെ AC കൂളിംഗ് സിസ്റ്റത്തിലൂടെ എന്തുമാത്രം ലാഭമാണ് ഈ കമ്പനിക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ വണ്ടികളിലെ AC കൂളിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ വൈബ്രേറ്റർ എന്നൊക്കെ പറയുന്ന സാധനം. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, ഇത് അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ കയറി നല്ല ബ്ലോക്കാണ്. ഇത് ഞങ്ങളുടെ ബോസിൻ്റെ സ്വന്തം വണ്ടിയാണ്. ഡോഡ്ജ് റാം 1500 5.7 ലിറ്റർ എഞ്ചിനൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു വണ്ടിയാണ്. AC ഓണാക്കുന്ന സമയത്ത് എയർ ഫ്ലോ കുറവായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അഴിച്ച് ഈ കൂളിംഗ് കോയിൽ പുറത്തെടുത്തത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് ഒരു പ്രശ്നമുണ്ട്. ഇതിന് AC ഫിൽറ്റർ ഇടാനുള്ളൊരു ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടില്ല. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നൊരു വണ്ടിയാണ്. എന്തുകൊണ്ടാണ് കമ്പനി ഈ ഒരു മോഡലിന് മാത്രം ഈ ഒരു AC ഫിൽറ്റർ ഇടേണ്ട ഒരു ഓപ്ഷൻ കൊടുക്കാണ്ടിരുന്നത് എന്നറിയില്ല. AC ഫിൽറ്റർ കൊടുക്കാത്തത് കൊണ്ടാണ് കൂളിംഗ് കോയിൽ ഈ രീതിയിൽ പൊടിയൊക്കെ കയറി ബ്ലോക്ക് ആവാനുള്ള ഒരു കാരണം. എല്ലാ മോഡലുകൾക്കും ഈ ഒരു പ്രശ്നമില്ല. പർട്ടിക്കുലറായിട്ട് ഈ ഒരു മോഡലിലാണ് ഈ ഒരു ഫിൽറ്റർ ഇല്ലാത്തൊരു ഓപ്ഷൻ വന്നത്. അതുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ഡാഷ്ബോർഡും ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും അഴിക്കേണ്ടി വന്നത്. ഫിൽറ്റർ ഇടേണ്ട ഭാഗം നമ്മൾ വൃത്തിയിൽ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ തൊട്ടടുത്ത മോഡലിന് AC ഫിൽറ്ററും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പാർട്സ് നമുക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങി കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. കൂളിംഗ് കോയിൽ നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ പുറത്തേക്ക് വരുന്ന എയർ വേറെ ഉള്ളിൽ എവിടെയും ലീക്കാവാതിരിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന സ്പോഞ്ച് കാലപ്പഴക്കം കാരണം പോയതുകൊണ്ട് നമ്മൾ പുതിയ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലത്തെ ബ്ലോവർ യൂണിറ്റും അതേപോലെ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. കംപ്ലീറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. സ്റ്റാർട്ടിങ്ങിന് വേറെ വാർണിംഗ് ലൈറ്റുകളോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്ന എയർ ഫ്ലോയുടെ പ്രശ്നം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. ACൻ്റെ എല്ലാ ഫങ്ഷൻസും കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ഗ്യാരേജ് ഉള്ളതുകൊണ്ട് നമ്മുടെ ബോസ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പം നല്ലൊരു പൈസ കയ്യിൽ നിന്ന് പോയേനെ. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡോറും അതേപോലെ ഒരു AC ഫിൽറ്ററും, ഈ ഒരു രണ്ട് സാധനത്തിൻ്റെ പൈസ കൊണ്ട് എന്തുമാത്രം ലാഭമാണ് ഈ കമ്പനിക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ AC ഫിൽറ്ററിന് ഒരു ഓപ്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസൈഡ് എയർ റീസർക്കുലേഷൻ മോഡ് യൂസ് ചെയ്യുക. ഔട്ടർ എയർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ കയറി നമ്മുടെ കൂളിംഗ് കോയിലും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവുക. അപ്പോൾ AC ഫിൽറ്റർ ഇല്ലാത്ത വണ്ടികളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക.